തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി, അതുപോലെ മുളകിട്ടിട്ട്, പിന്നെ തേങ്ങ അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല പൊടിയൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ളത്, അങ്ങനെ പലതരത്തിലുണ്ടാണല്ലോ. അപ്പം മീൻ പല നാടുകളിൽ പല രീതിയിലാണ് അതിൻ്റെ ഒരു പാചകം. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പല രീതിയിലായിരിക്കും പല വീടുകളിൽ വെക്കുന്നത്. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട രീതികൾ ആ ഒരു നാട്ടിലുള്ള ഒരു പൊതുവായ രീതി അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ ഈ ഓരോ കറികളും വെക്കപ്പെടും. അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളൊരു മീൻ കറി എന്ന് പറയുമ്പോൾ അമ്മേൻ്റെ ആ ഒരു പരിചയം അത് വെച്ചിട്ടുള്ള ആ ഒരു രീതികളാണ്. അപ്പം അങ്ങനെയൊക്കെ പിന്നെ അതിൽ ഇടയ്ക്ക് വ്യത്യാസങ്ങളൊക്കെ വരുത്തും. ഇന്നിപ്പോൾ നമ്മളെന്താ വെച്ചാൽ ചെമ്പല്ലി മുളകിട്ടിട്ട് നല്ല വഴറ്റിയിട്ടൊക്കെയാണ് വെക്കുന്നത്. അതാണ് നമുക്കിന്ന്. അപ്പോൾ നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മീൻ മാർക്കറ്റിൽ മീൻ എല്ലാ തരത്തിലുള്ള മീനുണ്ട്. ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന കട. അപ്പോൾ നമ്മളിന്ന് ചെമ്പല്ലി ഇതാണ് എടുക്കുന്നത്. അതൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നാണ്. ഒക്കെ കഴുകി വെച്ചു. പിന്നെ അതിലുള്ള ചേരുവകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ആദ്യം ഈ ഇതിലേക്ക് പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് വയ്ക്കാം. അപ്പം അമ്മ നമ്മളെ സാധാരണ പുളി അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് അത് പാർന്ന് വയ്ക്കാണ്ട് ഈ കഷ്ണങ്ങളൊക്കെ ഇന്ന് കറി വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. 1/2 കിലോയിലേറെ ഉണ്ട്. അത് പിന്നെ ക്ലീൻ ചെയ്തൊക്കെ വരുമ്പോൾ പിന്നെ ഈ കഷ്ണങ്ങൾ മാത്രമാകുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. ഇത് പിന്നെ വെച്ചാൽ നമ്മൾ ഈ തോലൊക്കെ അതിൻ്റെ പുറത്തൊരു തോലുണ്ടല്ലോ, നല്ല ചുവന്ന കളറിലുള്ളതാണ് ചെമ്പല്ലി. അത് തോലൊക്കെ പൊളിച്ചെടുത്ത് അങ്ങനത്തെ മീനാണ്. അപ്പോൾ നമ്മൾ അവിടെ തന്നെയൊക്കെ നന്നാക്കി കൊണ്ടുവന്നാണ്. പിന്നെ ഇപ്പോൾ ഇനി കഷ്ണങ്ങളൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി പണികളേ ഉള്ളൂ. അപ്പോൾ ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ നുറുക്കട്ടെ. അതാണ് ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോന്ന് നുറുക്കാം. ഒക്കെ കഴുകലൊക്കെ കഴിഞ്ഞതാണ്. ഉള്ളി തന്നെ ആയിക്കോട്ടെ. ഒക്കെ ചെറുതാക്കി നമ്മൾ പൊടി പൊടിയായിട്ട് അരിയുക, പറ്റുന്ന അത്ര ചെറുതാക്കിയിട്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് തക്കാളി 2-3 എടുക്കുന്നുണ്ട്. അതും ഇതേപോലെ ചെറുതാക്കി. തക്കാളീൻ്റെ പുളി പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞതൊക്കെ ആയിട്ട് നല്ല രസമാണ് ആ പുളി. പ്രത്യേകിച്ച് ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ടെങ്കിൽ എരിവും പുളിയും കൂടി ചേർത്തിട്ട് അങ്ങനെ രുചി. തക്കാളി ഈ പാത്രത്തിൽ അതിവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് പച്ചമുളക്, പ്രധാനമായിട്ടുള്ള 3 നമ്മൾ കഷ്ണങ്ങളായിട്ട് നുറുക്കാനുള്ള ചേരുവകൾ പച്ചക്കറി ഇതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് പാത്രം വെച്ച് നമുക്ക് വെളിച്ചെണ്ണ അതൊഴിക്കണം. അപ്പോൾ അത് ചൂടായി വന്ന ശേഷം നമ്മൾ ഉള്ളിയും പച്ചമുളകും അത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് വഴന്ന് അതെടുത്ത ശേഷം എന്നിട്ട് വേണം നമുക്കിനി അതിലേക്ക് തക്കാളി, അതാണ് ഇനി ചേർക്കുന്നത്. തക്കാളി മുക്കി വെച്ചത്. ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ചേർക്കാം. ഇത് കഴിഞ്ഞു ഈ പാക്കറ്റിലുള്ളത്. പിന്നെ നമുക്ക് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി അത് ചേർക്കാം. ലേശം ഗരം മസാലയും, ഞങ്ങൾ ഗരം മസാല ഒന്ന് ചേർത്ത് നോക്കുന്നുണ്ട് ഈ മുളകിട്ടേക്ക്. നല്ല രസമുണ്ട് ഇങ്ങനെ ചേർത്തിട്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പുളി ഇട്ട് വെച്ച ആ കഷ്ണങ്ങൾ, മീൻ കഷ്ണങ്ങൾ, അപ്പോൾ പുളിയിൽ നല്ല ഇരുന്ന് പിടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് ചേർത്ത് ഇത് ആദ്യം ഒന്ന് നമുക്ക് നന്നാക്കി ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട് എടുക്കാം. ഇളക്കി ഒന്ന് എല്ലാ പൊടികളും ഉള്ളീൻ്റെതും എല്ലാം കൂടി ഒന്ന് ചേരട്ടെ ആ ഒരു ഗ്രേവിക്ക്. ഉപ്പ് അത് ലേശം ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് കറി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കുക, അത്രേ പണിയുള്ളൂ. അപ്പോൾ ഇനി ഇത് വെന്ത് വരട്ടെ. പിന്നെ എളുപ്പമുണ്ട്, മീനല്ലേ, എളുപ്പം വേവും.
ഇടയ്ക്കൊന്നെടുത്ത് ഒന്നുണ്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ നല്ല വെന്തിട്ടുണ്ടാവും. ഇനി എടുക്കുകയാണ്. അതിൽ കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല വെന്ത തന്നെയാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ നമ്മൾ ഒക്കെ എടുത്ത് അതിൽ പിന്നെ വേറെ ഒന്നും ചേർക്കാനില്ലല്ലോ. അപ്പോൾ അത് ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി ഊണ് കഴിക്കായി. സമയം 12 മണിയായി. അപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. ഇന്ന് പിന്നെ വേറെ ഇതൊന്നും ഇല്ല. നമുക്ക് മീൻ കറി അതുതന്നെ ഉള്ളൂ. നമ്മൾ തോരനോ മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വേറെ പച്ചക്കറികളൊന്നും. പിന്നെ ഇപ്പോൾ നമ്മൾ പപ്പടം കാച്ചിയത് പതിവ്. ഇന്നിപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ അത് മതി. മീൻ അങ്ങനെ ഉണ്ട്, മറ്റു പച്ചക്കറിയൊന്നും വേണ്ട, അത് മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.